ദറസിലെ അങ്ങയുടെ പ്രധാനപ്പെട്ട അങ്ങനെയാണ് പിന്നീട് ഇവിടെ തന്നെ ഒരു ദർസ് ആരംഭിക്കുന്നത്. ആര്? നമ്മുടെ വാമനപുരം മുഹമ്മദ് കുഞ്ഞി മൗലവി, പ്രസിദ്ധനായ വാഴില് എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂർ നേരം ഒരേ നിലയിൽ നിന്നുകൊണ്ട് തൗഹീദ് മാത്രം സ്ഥാപിച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്ന, അദ്ദേഹത്തെ സംബന്ധിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം, ദീർഘമായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന, തൗഹീദിന് വേണ്ടി മാത്രം നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു മഹാദേഹം. അത് അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ പരമ്പരയിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടും ചലിക്കില്ല. അത്രയും ദീർഘനേരം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെയുള്ളൊരു വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായിരുന്നു വാമനപുരം മുഹമ്മദ് കുഞ്ഞി മൗലവി. വാമനപുരം ഉസ്താദ് എന്നാണ് നമ്മൾ വിളിച്ചു വരുന്നത്. അദ്ദേഹമാണ് അതിനടുത്തതായി വന്ന വേറെ നമ്മൾ ഈ ഖുർആനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വേറെ ഉസ്താദുമാരെല്ലാം ഉണ്ട്. ഞാനിപ്പം പ്രധാനമായി പറയുന്ന ഈ ഭാഗം വാമനപുരം മുഹമ്മദ് കുഞ്ഞി മൗലവി നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭനായ ആദ്യമേ വന്നെത്തിയ അദ്ദേഹമാണ്. നഹ്വ് സർഫൊക്കെ പഠിപ്പിച്ചിരുന്ന അദ്ദേഹമായിരുന്നു. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അപ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്റർമീഡിയറ്റിന് ചേരുന്ന സന്ദർഭം വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ വിദ്യാഭ്യാസത്തിൽ സ്കൂളിൽ പോകാൻ മാർഗമില്ലാതെ വന്നപ്പോൾ ഇവിടെ എങ്ങും സ്ഥലമില്ല. കൊല്ലത്ത് വരെ ബസ്സിൽ വേണമെങ്കിൽ അയക്കാം. കൊല്ലത്ത് ചെന്നാൽ ഹൈസ്കൂളുകളൊന്നും ഇല്ല. അങ്ങ് കിടക്കുന്ന പടിഞ്ഞാറേ അറ്റം കിടക്കുന്ന ഒരു ഹൈസ്കൂളുണ്ട്, ഒരു സ്കൂളുണ്ട്. അതിൽ 5ാം ക്ലാസ്സിൽ വേണമെങ്കിൽ ചേരാം. അതും വലിയ പ്രയാസകരമായ യാത്രകളാണ്. ബസ്സുകളില്ല. ബസ്സിലൊന്നും ഇന്നത്തെ പോലെ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ ഒക്കില്ല. ഇന്ന് അന്ന് കാളവണ്ടികളും കുതിരവണ്ടികളും മാത്രം റോഡുകളിൽ കൂടെ ഓടുന്നത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ ഒക്കൂ. മോട്ടോർ സൈക്കിൾ ആരും കണ്ടിട്ടില്ല. സൈക്കിളുണ്ട്. സൈക്കിൾ കുട്ടികളും ഓടിക്കുന്ന ഒരു പ്രായത്തിൽ സൈക്കിളുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നത് കൊണ്ട് പിന്നീട് വിദ്യാഭ്യാസം ഒന്ന് നീങ്ങി ഓരോ വർഷവും അങ്ങ് പോയി. ഞാൻ ദീനീ വിദ്യാഭ്യാസത്തിൽ മാത്രം കുറെ ശ്രദ്ധ ചെലുത്താൻ എനിക്ക് സാധിച്ചു. ഈ ഉസ്താദുമാരുടെ ഒക്കെ കാരണം നൂറാനി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട നൂറാനി മുസ്ലിയാർ നബറുല്ലാഹു മർക്കദഹു, അതുപോലെ ഉണ്ടായിരുന്ന അഞ്ചൽ ചിന്നലബ്ബ നബറുല്ലാഹു മർക്കദഹു, ഇവരൊക്കെ എൻ്റെ ചെറുപ്പകാലത്തുള്ള ഉസ്താദുമാരായിട്ട് വന്നിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വാമനപുരം ഉസ്താദിന്റെ കാലഘട്ടവും മാറിയതിനു ശേഷം, കാലഘട്ടം മാറുന്നതല്ല, അദ്ദേഹം കൊല്ലൂറുള്ളയിൽ ഒരു ദർസ് ആരംഭിക്കുന്നതിന് വേണ്ടി ആളുകളോട് പടപൊരുതിയാണ് അവിടെ ഒരു ദർസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലൂറുള്ളയിൽ ഒരു ദർസ് സ്ഥാപിക്കുന്നത്. അങ്ങനെ ദർസ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ മേഖല അങ്ങോട്ട് ആ ദർസിലാക്കുകയാണ് അങ്ങനെ ചെയ്തത്. അതിനു മുമ്പുള്ള ഒരു ചരിത്രമാണ് നമുക്കിവിടെ വരുന്നത്. എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം, അതിനു മുമ്പ് ഉയർന്നല്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ചു കഴിഞ്ഞു. അത് അന്ന് ഞാൻ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് ബാച്ചാണ്. ഇന്റർമീഡിയറ്റ് അവസാനിപ്പിക്കുന്നതിൻ്റെ ലാസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾ ഇന്റർമീഡിയറ്റിന് പഠിച്ചിരുന്നത്. ആ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന അവസരത്തിൽ ഇന്നത്തെ പ്രീ ഡിഗ്രി +1ഉം +2ഉമാണ് ഇന്റർമീഡിയറ്റിൽ വരുന്നത്. അത് കോളേജിലാണ് അന്ന് നടക്കുന്നത്. കോളേജ് വിദ്യാഭ്യാസമായിട്ടാണ് അന്ന് നടക്കുന്നത്. ഹൈസ്കൂളിലേക്ക് പ്രീ ഡിഗ്രി വന്നതിന് ശേഷമാണ് ഹൈസ്കൂളിലേക്ക് മാറിയത്. ആ വിദ്യാഭ്യാസം കോളേജിലേക്ക് ആയിരുന്നപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് അന്ന് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നതിന്റെ സംഭവം പറയാം, അതെന്നറിയണം. അപ്പൊ ഞാൻ വിദ്യാഭ്യാസം ഏത് കോളേജിലായിരുന്നു പഠനം നടത്തിയിരുന്നത്? കൊല്ലം ശ്രീനാരായണ കോളേജ് എന്ന് പറയും. കൊല്ലം ശ്രീനാരായണ കോളേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ പോകുന്നത് ശ്രീനാരായണ കോളേജിന്റെ മുമ്പിൽ കൂടെയാണ് നമ്മൾ കൊല്ലം ടൗണിലേക്ക് കടന്നു കഴിഞ്ഞ് ആദ്യം കാണുന്നത് ശ്രീനാരായണ കോളേജാണ്. ഫാത്തിമ കോളേജ് ഒക്കെ പിന്നീട് വന്നതാണ്. ഞാൻ ഈ പഠിക്കുന്ന കാലത്ത് ശ്രീനാരായണ കോളേജ് ആരംഭിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. SM കോളേജ് എന്ന് പറയും. SM കോളേജ് കെട്ടി തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അതിൽ കയറുന്നതിന് പ്രാപ്തനായ കാര്യം ഞാൻ ഒന്ന് പറയട്ടെ. അതാണ് നമ്മൾ അറിയേണ്ടത്. അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ മേഖല ഞാൻ 4ാം ക്ലാസ്സുകാരനാണ്. അപ്പോഴും ഇത് കോളേജ് ആരംഭിക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സുകാരനാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വാമനപുരം ഉസ്താദിന്റെ അടുത്ത് ദീനീ വിദ്യാഭ്യാസമാണ് ചെയ്യുന്നത്. മറ്റ് അടുത്തൊന്നും വേറെ വിദ്യാഭ്യാസമില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, അപ്പൊ ഞാനൊരു കച്ചവടക്കാരനായിട്ട് അങ്ങ് മാറി. എങ്ങനെയായിരുന്നാലും 4ാം ക്ലാസ്സുകാരനായിരുന്നു. ഒരു കച്ചവടക്കാരനായിട്ട് വലിയ പലചരക്കാരൊക്കെ കൊല്ലത്ത് വന്ന സാധനങ്ങൾ എടുക്കും. അപ്പം കൊല്ലത്ത് ചെന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ നിന്ന് വരുന്ന കാളവണ്ടിയുടെ അടുത്ത് ബില്ല് കൊടുത്തിട്ട് ഞങ്ങളിലേക്ക് വീട്ടിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഈ കാളവണ്ടികളിൽ ഈ ചരക്കുകളെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ തരും. അങ്ങനെ ഞാൻ ഒരു പലചരക്കടക്കാരനായി വന്നു.